പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മളിത് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് പിന്നെ അറിയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഇത് അറിയാവുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമുക്ക് സാധാരണ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആ ആപ്പിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്പിലേക്ക് പോകാം. പക്ഷെ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ ഏതാണെന്നോ എന്താണെന്നോ പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. നമ്മൾ അറിയാതെ ക്ലിയർ ചെയ്ത എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് കേട്ടോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിലെ സെറ്റിംഗ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഈ സെർച്ച് ബാറിൽ ഹിസ്റ്ററി എന്നോ നോട്ടിഫിക്കേഷൻ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഹിസ്റ്ററി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഫോണിലും, ഏകദേശമുള്ള ഫോണിലെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ടും നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിതില് നമുക്ക് വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനിൽ ഏതെല്ലാം നോട്ടിഫിക്കേഷൻ വന്നെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ താഴെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് നമുക്ക് ഇന്ന് വന്ന മെസ്സേജുകളാണ് കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വായിക്കാം. നമുക്ക് വാട്സപ്പിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. പിക്ചറോ വോയിസോ ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ. വോയിസ് എന്ന് മാത്രമേ കാണുള്ളൂ, ആരയച്ചെന്ന് മാത്രമേ കാണുള്ളൂ. അല്ലാതെ നമുക്ക് വോയിസ് ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അതുപോലെ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. കണ്ടോ, ഇതെല്ലാം ഇന്ന് യൂട്യൂബിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അതുപോലെ ഏത് ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഫോൺ പേയിലും ഗൂഗിൾ പേയിലും എല്ലാം വന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആ പൈസ നമുക്ക് ഇങ്ങോട്ട് അയച്ചതെല്ലാം നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി നേരത്തെ നമ്മൾ ഇതുപോലെ ഓൺ ചെയ്ത് ഇട്ടേക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്താലും ഇവിടെ ലോഡായി കിടക്കുകയുള്ളൂ. അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ അത് ഓഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കി വെക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.